ഗോഡ്. ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. ഹല്ലേലൂയ. നമ്മുടെ ഈ വർഷത്തെ തീം ഏതാണ്? ഡിവൈൻ എൻലാർജ്മെൻറ്റ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. എത്ര പേര് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ എൻലാർജ്മെൻറ്റ് പ്രാപിച്ചോ? എവിടെയെങ്കിലുമൊക്കെ എൻലാർജ്മെൻറ്റ് വല്ലതും സംഭവിച്ചോ? ശരീരത്തിലല്ല ഞാൻ ചോദിച്ചത്, മനസ്സിനോ ആത്മീക ജീവിതത്തിലോ ഒക്കെ വല്ല വിശാലത ഉണ്ടായോ എന്നാണ് ചോദിച്ചത്. എന്തെങ്കിലുമൊക്കെ സംഭവിച്ചോ? പ്രൈസ് ഗോഡ്. സംഭവിക്കും. ഈ വർഷം നമ്മുടെ ജീവിതത്തിൽ വിശാലത ഉണ്ടാകും. ചേർന്ന് ആമീൻ പറയാൻ എത്ര പേർക്ക് പറ്റും? ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. വിശ്വസിച്ചാലാണ് ദൈവമുഖത്വം കാണുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും നടക്കണമെങ്കിൽ വിശ്വസിക്കണം. ആമേൻ. വിശ്വസിക്കാതെ കർത്താവിന് പ്രവർത്തിക്കാൻ കഴിയത്തില്ല. കർത്താവ് ഒരു ഗ്രാമത്തിലേക്ക് ചെന്നപ്പോൾ വചനത്തിൽ ഇങ്ങനെ പറയുന്നത്, അവിടെ ഒറ്റ അത്ഭുതവും കർത്താവ് ചെയ്തില്ല. കാരണം എന്താ? കർത്താവിന് കഴിവില്ലാഞ്ഞിട്ടാണോ? ഹീലിംഗ് പവർ കർത്താവിന് ഇല്ലാഞ്ഞിട്ടാണോ? മിറക്കിൾ പവർ കർത്താവിന് ഇല്ലാഞ്ഞിട്ടാണോ? അവൻ ദൈവമല്ലാഞ്ഞിട്ടാണോ? അല്ല. ഇറ്റ് ഈസ് ഓൺലി ബിക്കോസ് ഓഫ് ദെയർ അൺബിലീഫ്. അല്ലേ? അവരുടെ അവിശ്വാസം നിമിത്തം കർത്താവിന് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഞാൻ ഫ്രാങ്ക്ലി പറയാം, നമുക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇതെല്ലാം വിശ്വാസമാണ്, ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള വിശ്വാസമാണ്. കർത്താവ് എനിക്ക് വേണ്ടി ചെയ്യുമെന്ന് വിശ്വസിക്കാൻ കഴിഞ്ഞാൽ അത് സംഭവിച്ചിരിക്കും. ആമേൻ. ആ ഒരു ഉറച്ച വിശ്വാസം അകത്തളത്തിൽ ഉണ്ടാകണം. നമ്മുടെ പേരെന്താണെന്നറിയാമോ? വിശ്വാസികൾ എന്ന പേര്. ഹല്ലേലൂയ. വാസ്തവത്തിൽ ആ പേരിനനുസരിച്ചൊരു വിശ്വാസം നമുക്കുണ്ടോ? ഇന്ന് പണ്ടൊക്കെ കാലത്ത് കിട്ടിയ പേരാ ഇത്. ഏതാ? വിശ്വാസികൾ. ഇന്ന് വിശ്വാസം പോയി. അന്ന് റീസണിങ് കുറവായിരുന്നു. അവരുടെ മുന്നിൽ നിന്ന് എന്തായിരുന്നെന്നറിയാമോ? വിശ്വാസമായിരുന്നു മുന്നിൽ, റീസണിങ് ഇല്ലായിരുന്നു. ഇന്ന് വിശ്വാസം ഡൗൺ ആയിട്ട് എന്ത് മേളിൽ കയറി? അവിശ്വാസത്തെക്കാളും നമ്മൾ റീസൺ ചെയ്യുക. എന്ത് ചിന്ത? അത് എല്ലാത്തിനും റീസണിങ് ഉണ്ടല്ലോ. നമ്മുടെ ബുദ്ധി വർദ്ധിച്ചപ്പോൾ വിശ്വാസം ഡൗൺ ആയി. ഇന്നത്തെ പരാജയം അതാ. എന്നാൽ അന്നുള്ള നമ്മുടെ പിതാക്കന്മാരുടെ കാലത്ത്, മുൻ തലമുറയിൽ അവർക്ക് ജ്ഞാനം കുറവായിരുന്നു, പക്ഷെ അവർക്ക് വിശ്വാസം വലുതായിരുന്നു. പ്രൈസ് ഗോഡ്. എൻ്റെ പിതാവിനുള്ള വിശ്വാസം എനിക്കില്ല. കാരണം അന്നത്തെ വിശ്വാസത്തിൻ്റെ പ്രത്യേകത, ഇന്ന് നമ്മൾ ഒരു അസുഖം വന്നാൽ ഇത് സൗഖ്യം, ഹോസ്പിറ്റലിൽ പോകുന്നത് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. ദാറ്റ്സ് ഒരു കേസ്. ഞാൻ പറഞ്ഞു വന്നത്, ഇന്നൊരു അസുഖം വന്നാൽ നമ്മളതിൻ്റെ വഴി റീസൺ ചെയ്യുകയാണ്. പക്ഷെ അന്ന് അതല്ല. ഏത് വലിയ അസുഖം വന്നാലും അവരുടെ വിശ്വാസം അന്ന് മാത്രമേ മുന്നിലുള്ളൂ. എൻ്റെ പിതാവിനെ മൂർഖൻ പാമ്പ് കടിച്ചിട്ട് 3 ദിവസം അബോധാവസ്ഥയിൽ കിടന്ന മനുഷ്യനാണ്. 3 ദിവസം വിശ്വാസത്തിന് വേണ്ടി പിടിച്ചു നിന്ന ഒരാളാണ്. അദ്ദേഹം പറഞ്ഞു ഹോസ്പിറ്റലിൽ പോകുന്നില്ല, വീട്ടിൽ കൊണ്ടിട്ട് എല്ലാവരും കൂടെ പ്രാർത്ഥിക്കുക, കുത്തിയിരുന്ന് പ്രാർത്ഥിക്കുക. എന്നായിരുന്നെങ്കിൽ നാട്ടുകാർ ഓടിച്ചേനെ. പക്ഷേ ഇട്ട് പ്രാർത്ഥിച്ചു. 3 ദിവസം അബോധാവസ്ഥയിൽ കിടന്നു. 2ാമത്തെ ദിവസം നാട്ടുകാർ കയറുന്ന നാട്ടിലുള്ള പച്ചല വിഷവൈദ്യനെ കൊണ്ടുവന്നിട്ട് അന്നത്തെ കാലത്തെ മരുന്ന് കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചു. പുള്ളി അബോധാവസ്ഥയിൽ എടുത്ത് തട്ടി മാറ്റി പോയി. അദ്ദേഹം പറഞ്ഞിട്ട് പോയൊരു വാക്കുണ്ടായിരുന്നു, നാളെ 4 മണിക്ക് അപ്പുറം ഈ മനുഷ്യൻ ജീവിക്കത്തില്ല. 3ാമത്തെ ദിവസത്തിൻ്റെ കാര്യം പറഞ്ഞത്. 4 മണിക്ക് ശേഷം അദ്ദേഹം ജീവിക്കത്തില്ല. അത്രേ ഉള്ളവൻ. 4 മണിയായപ്പോൾ നാട്ടുകാരെല്ലാം കൂടി, ആൾക്കാർ ഓടിക്കൂടി അപ്പൻ്റെ മരണം കാണാൻ. സംഭവിച്ചറിയാമോ? 4 മണിയായപ്പോൾ പുള്ളി പെട്ടെന്ന് ഞെട്ടി ഉണർന്നു. ഛർദ്ദിക്കണമെന്ന് പറഞ്ഞു. പോയി വൊമിറ്റ് ചെയ്തു, ബ്ലഡും വിഷും എല്ലാം കൂടെ. എഴുന്നേറ്റ് പറഞ്ഞു, എനിക്ക് അല്പം വെള്ളം വേണം. പെട്ടെന്ന് വെള്ളം ചൂടാക്കി കൊടുത്തു, പൊടിയേരി കുഞ്ഞു കൊടുത്തു. എഴുന്നേറ്റ് ആരോഗ്യത്തോടെ വീട്ടിൽ പോയി. അതാ വിശ്വാസം. ഇന്ന് നമുക്ക് പറ്റത്തില്ല. ഞാൻ പറഞ്ഞത്, അന്നത്തെ വിശ്വാസം, ആ വിശ്വാസം എനിക്കുണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല. എനിക്ക് ആ വിശ്വാസം ഇല്ല. പക്ഷേ വിശ്വസിച്ചാൽ ഒരു കാര്യം ഉറപ്പാ, കർത്താവ് ചെയ്തിരിക്കും. നമ്മുടെ അവിശ്വാസമാ പലതിനും തടസ്സം. വിശ്വസിക്കാൻ തയ്യാറാകുക. ഞാൻ വേഗത്തിൽ മുന്നോട്ട് പോവുക. അല്പസമയം ദൈവവചനത്തിലേക്ക് നമ്മൾ ചിന്തിച്ചു വരുന്ന എൻലാർജ്മെൻറ്റ് എന്ന വിഷയമാണ്. ഡിവൈൻ എൻലാർജ്മെൻറ്റ്, അതാണല്ലോ നമ്മുടെ ടോപ്പിക്. അതിനുള്ള ബന്ധത്തിൽ തന്നെ നമുക്ക് അധികം ഇനി ദിവസങ്ങളില്ല. അടുത്ത ആഴ്ചയിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഡെഡിക്കേഷൻ നടക്കുന്നുണ്ട്. ഫോളോയിങ് വീക്ക് ഫാസ്റ്റിംഗ് പ്രയർ കാര്യങ്ങളെല്ലാം വരുന്നത് കൊണ്ട് ഇത് ജസ്റ്റ് ഒരു ബേസിക് ഒരു മെസ്സേജായിട്ട് നിങ്ങളുമായി അല്പം ദൈവം അവസരം നൽകുന്നെങ്കിൽ ഫ്രീ ആയിട്ടുള്ള ആഴ്ചകളിലൊക്കെ ഞാൻ ഇതിനെക്കുറിച്ച് നമ്മുടെ ഓൾ ഇയറിലെ തീം ആയതുകൊണ്ട് ഇടയ്ക്കൊക്കെ എടുക്കാൻ ദൈവം അവസരം നൽകട്ടെ. സ്തോത്രം. നമ്മൾ വായിച്ച ആ സങ്കീർത്തനത്തിൽ തന്നെ ഒരു വാക്യം പറയുന്നുണ്ട്, ഞെരുക്കത്തിൽ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു,
യഹോവ ഉത്തരമരുളി എന്നെ വിശാല സ്ഥലത്ത് ആക്കി. വിശാല സ്ഥലത്താക്കി. സി പ്രൈസ് ഗാഡ്. അപ്പോൾ ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് വിശാലത എന്ന് പറയുന്നത്, എൻലാർജ്മെന്റ് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്, ദൈവത്തിൻ്റെ ആഗ്രഹമാണ്. ദൈവത്തിൽ ആശ്രയിക്കുന്ന എല്ലാ ദൈവ പൈതലും വിശാലപ്പെടണം എന്നുള്ളത് ആ ദൈവത്തിൻ്റെ ആഗ്രഹം. നമ്മെക്കുറിച്ചൊക്കെ ദൈവം ആഗ്രഹിക്കുന്നത് ഒരു വിശാലത പ്രാപിക്കണം. വിശാലത എന്ന് പറയുമ്പോൾ ഫോക്കസ് ചെയ്യേണ്ടത്, ഞാൻ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ദ സ്പിരിച്വൽ എൻലാർജ്മെൻ്റ് ആണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. മറ്റതെല്ലാം ഉണ്ട്. സ്തോത്രം, ഞാൻ അതിലേക്ക് വരാം. അപ്പോൾ ദൈവം എപ്പോഴും ആഗ്രഹിക്കുന്നത് ഒരു എൻലാർജ്മെൻ്റ് ആണ്, വിശാലതയാണ്. എന്നെക്കുറിച്ച് നിങ്ങളെക്കുറിച്ചൊക്കെ ദൈവം ആഗ്രഹിക്കുന്നത് ഒരു വിശാലതയാണ്. ഓക്കെ, ഗോഡ്സ് പ്ലാൻ ഫോർ ദ ലൈഫ് ഈസ് വൺ ഓഫ് ദി കണ്ടിന്യൂവൽ ഗ്രോത്ത് ആൻഡ് എൻലാർജ്മെൻറ്റ്. തുടർച്ചയായിട്ടുള്ള ഒരു വളർച്ചയും വിശാലതയുമാണ് ദൈവം നമ്മെ ഓരോരുത്തരെയും കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദൈവത്തിൻ്റെ പദ്ധതി മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുന്ന തൻ്റെ ജനം നാൾക്കുനാൾ അഭിവൃദ്ധിപ്പെടണം, വിശാലപ്പെടണം എന്നുള്ളതാണ് ദൈവം എപ്പോഴും ആഗ്രഹിക്കുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. നമ്മൾക്ക് ദൈവം ആയുസ്സു നൽകുന്നെങ്കിൽ, കർത്താവ് വരുവാൻ താമസിച്ചാൽ, ഞാൻ വിശ്വസിക്കുന്നു ഈ വർഷം കഴിയുന്നതിന് മുമ്പ് ചിലർക്കെങ്കിലും എഴുന്നേറ്റ് സാക്ഷ്യം പറയാൻ കഴിയും, ദൈവം എന്നെ ചില വിശാലതയിൽ കൊണ്ടുവന്നുവെന്ന്. എത്ര പേർക്ക് ആമേൻ പറയാൻ കഴിയും? പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ആ വിശ്വാസം അകത്തു വേണം. ഈ വർഷം കഴിയുന്നതിന് മുമ്പ് നിങ്ങൾ ഏത് മണ്ഡലത്തിൽ പ്രാർത്ഥിക്കുന്നോ, ഏത് മണ്ഡലത്തിൽ നിങ്ങൾ ചോദിക്കുന്നോ, ആ മണ്ഡലത്തിലുള്ളൊരു വിശാലത നിങ്ങൾ വിശ്വാസത്താൽ കാണണം. നിന്റെ ആത്മീക മണ്ഡലത്തിലൊരു വിശാലതയാണോ? വിശ്വാസത്താൽ കാണണം. നിന്റെ ഭൗതിക മണ്ഡലത്തിലെ വിശ്വാസമാണോ? വിശ്വാസത്താൽ കാണണം. നിന്റെ ജോലി ഏരിയയിലാണോ? വിശ്വാസത്താൽ കാണണം. എന്നിട്ട് പറയണം, ഹല്ലേലൂയ. ഓരോ മെസ്സേജ് കേൾക്കുമ്പോൾ, ഓരോ വചനം വായിക്കുമ്പോൾ അകത്തളത്തിൽ പറയണം, എന്റെ ദൈവം ഈ വർഷം കഴിയുന്നതിന് മുമ്പ് എന്റെ ഈ മണ്ഡലത്തിൽ ഒരു വിശാലത വരുത്തിയിരിക്കും. It is a God's plan. It is a God's plan. ഇത് ദൈവത്തിന്റെ പദ്ധതിയാണ്, ദൈവത്തിന്റെ ആഗ്രഹമാണ്. തന്റെ ജനം വിശാലപ്പെടണം, തന്റെ ജനം എല്ലാ ജീവനും പ്രാപിക്കണം എന്നുള്ളത് ദൈവത്തിന്റെ പദ്ധതിയാണ്. അങ്ങനെയെങ്കിൽ അത് വിശ്വസിക്കാൻ എത്ര പേർക്ക് തയ്യാറാകുമെന്നുള്ളതാണ്. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ സ്തോത്രം, ആമേൻ. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ the requirements for the divine enlargement ആയിരുന്നു ചിന്തിച്ചത്. ഞാൻ അതിലേക്ക് വരാം. സ്തോത്രം. എന്നാൽ ഇന്നത്തെ ചിന്തയ്ക്കായി ഒരു വേദഭാഗം വായിച്ച് മുന്നോട്ട് പോകാൻ താല്പര്യപ്പെടുകയാണ്. എക്സോഡസ്, പുറപ്പാട് പുസ്തകം chapter 34 verse 24. Exodus chapter 34 verse 24. മതി. ഞാൻ ജാതികളെ നിന്റെ മുമ്പിൽ നിന്ന് ഓടിച്ചു കളഞ്ഞ്, ഞാൻ ജാതികളെ നിന്റെ മുമ്പിൽ നിന്ന് ഓടിച്ചു കളഞ്ഞ് നിന്റെ അതിർത്തികളെ വിശാലമാക്കും. For I will drive out the nations before you and enlarge your borders. ഞാൻ ജാതികളെ നിന്റെ മുമ്പിൽ നിന്ന് ഓടിച്ചു കളഞ്ഞ് നിന്റെ അതിർത്തികളെ വിശാലമാക്കും. അപ്പൊ ദൈവത്തിന് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു വിശാലതയാണെങ്കിൽ മറുസൈഡിൽ ഒരു ശക്തിയുണ്ട്. അതാരാണെന്ന് അറിയാമോ? പൈശാചിക ശക്തി. അവന്റെ ആഗ്രഹം എന്താ? ഇത് ദൈവം നമ്മെക്കുറിച്ച് നമ്മുടെ ആത്മീക മണ്ഡലത്തിൽ, ജീവിതത്തിന്റെ മണ്ഡലങ്ങളിൽ ഒരു വിശാലത ആഗ്രഹിക്കുമ്പോൾ അതിന് ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു അന്ധകാര മണ്ഡലം, ഒരു പൈശാചിക ശക്തി, അവൻ ആഗ്രഹിക്കുന്നത് നീ വിശാലപ്പെടരുത്, നീ അഭിവൃദ്ധി പ്രാപിക്കരുത്, നീ മുന്നേറ്റം പ്രാപിക്കരുത്. ഹല്ലേലൂയ. അതിനുവേണ്ടി പിശാച് നമ്മുടെ ജീവിതത്തിന്റെ പഴുതുകളെ ഒക്കെ നോക്കി നമ്മുടെ മേൽ നാൾക്കുനാൾ അഭിവൃദ്ധി വിടുവാൻ, ആധിക്യം പ്രാപിക്കുവാൻ പിശാച് ശ്രമിക്കും. ഹല്ലേലൂയ. സ്തോത്രം. ശ്രദ്ധിച്ചേ, പിശാച് ആഗ്രഹിക്കുന്നത് ദൈവമക്കൾ അതിർത്തി അല്ലെങ്കിൽ വിശാലപ്പെടരുത്. അത് എസ്പെഷ്യലി ഹി ഈസ് ഫോക്കസിങ് അവർ ദ ഡിവൈൻ, ദ സ്പിരിച്വൽ എൻലാർജ്മെന്റ്. ഹി ഈസ് അഗൈൻസ്റ്റ് ഫോർ ദാറ്റ്. നിന്റെ ആത്മീക വിശാലതയ്ക്കെതിരെ നിൽക്കുന്ന ഒരു വ്യക്തി പിശാച. He is not bothered if you enlarge in your physical area. He is not bothered if you enlarge your any other matters, but he is too much bothered when you are enlarged in the spiritual area. നിന്റെ ആത്മീക വിശാലതയ്ക്കെതിരെയാ പൈശാചികനാണ് എപ്പോഴും ശ്രമിക്കുന്നത്. അതുകൊണ്ട് അവൻ എപ്പോഴും ശ്രമിക്കുന്നത് നീ സ്പിരിച്വലി, ആത്മീക മണ്ഡലത്തിൽ ഒരു വിശാലത പ്രാപിക്കരുത്. സ്തോത്രം, ആമേൻ. അപ്പോൾ ശ്രദ്ധിക്കണമേ, അവൻ ആധിക്യം പ്രാപിച്ചാൽ, പിശാച് ഏതെങ്കിലും മണ്ഡലങ്ങളിൽ നമ്മുടെ മേൽ പ്രബലപ്പെട്ടാൽ
അവൻ നമ്മുടെ അതിർവരമ്പുകളെ കെട്ടും, അതിർത്തികളെ കെട്ടും. എന്തിനാണെന്നറിയാമോ? നീ വിശാലപ്പെടാതിരിപ്പാൻ. ഞാൻ അതിന് ഉദാഹരണമായി ഒരു വേദഭാഗം എടുത്തിട്ട് ചില കാര്യങ്ങൾ കൂടി ഓർപ്പിച്ചിട്ട് ഞാൻ വേഗത്തിൽ നിർത്താം. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 6-ാം വാക്യം. Judges chapter 6 verse 6. ഇങ്ങനെ മിദ്യാന്യരാൽ ഇസ്രായേൽ ഏറ്റവും ക്ഷയിച്ചു. സ്തോത്രം. ശ്രദ്ധിക്കണേ, ആ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നു, ഇങ്ങനെ മിദ്യാന്യരാൽ ഇസ്രായേൽ ഏറ്റവും ക്ഷയിച്ചു. ഇസ്രായേൽ മക്കൾ യഹോവയോട് നിലവിളിച്ചു. ഓക്കെ, ഇവിടെ പശ്ചാത്തലം എന്താണ്? ഇവിടെ ഇസ്രായേൽ ജനത്തിന് സംഭവിച്ചെന്നറിയാമോ? സ്തോത്രം. ഈ ജനത്തെക്കുറിച്ച് ചിന്തിച്ചാൽ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടൊരു ജനം, വിശാലമാക്കപ്പെട്ട ജനം, അഭിവൃദ്ധി പ്രാപിച്ച ജനം, ദൈവത്തിൽ നിന്ന് എല്ലാ നന്മകളും അനുഭവിച്ച് എല്ലാ തലത്തിലും മറ്റുള്ള രാജ്യങ്ങളെക്കാൾ ഭൗതിക മണ്ഡലത്തിലൊക്കെ എല്ലാ അച്ചീവ്മെന്റ് വന്നൊരു ജനം. എവരോട് പറയാണ്, സ്തോത്രം, ഇവിടെ ഈ ജനത്തിന്മേൽ മിദ്യാന്യർ പ്രബലപ്പെട്ടു. കാരണം എന്താണെന്നറിയാമോ? അതിന്റെ കാരണം അതിന്റെ 1-ാം വാക്യത്തിലുണ്ട്, വായിച്ചു. ഇസ്രായേൽ മക്കൾ പിന്നെ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. മതി. ഇസ്രായേൽ മക്കൾ പിന്നെയും യഹോവയ്ക്ക് അനിഷ്ടമായിട്ടുള്ളത് ചെയ്തു. ശ്രദ്ധിക്കണേ, പിശാച് എപ്പോഴാ പ്രബലപ്പെടുന്നത് ഞാൻ പറഞ്ഞു വരുന്നത്. ഇസ്രായേൽ ജനം ആധിക്യം പ്രാപിച്ച, പ്രബലപ്പെട്ട, അനുഗ്രഹം പ്രാപിച്ച, വിശാലപ്പെട്ട, എല്ലാം സമൃദ്ധിയായി ലഭിച്ചു കഴിഞ്ഞപ്പോൾ, എല്ലാ മണ്ഡലങ്ങളും ഓക്കെ ആയി കഴിഞ്ഞപ്പോൾ, യഹോവയ്ക്ക് അനിഷ്ടമായിട്ടുള്ളത് ആര് ചെയ്തു? ഇസ്രായേൽ ചെയ്തു. ഓക്കെ, എന്താ ഈ യഹോവയ്ക്ക് അനിഷ്ടമായിട്ടുള്ളത് ചെയ്യുക എന്ന് പറഞ്ഞാൽ? യഹോവയ്ക്ക് അനിഷ്ടമായിട്ടുള്ളത് ചെയ്യുക, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ദൈവത്തിന് പ്രസാദകരമല്ലാത്ത എന്തും വട്ടവർ ആയിക്കോട്ടെ, എന്തു തന്നെ ആയിക്കോട്ടെ, ദൈവത്തിന് പ്രസാദകരമല്ലാത്ത ഏത് കാര്യവും യഹോവയ്ക്ക് അനിഷ്ടമാണ്. അത് നമ്മുടെ ജീവിതമാകട്ടെ, അത് നമ്മുടെ മനോഭാവമാകട്ടെ, അത് നമ്മുടെ സംസാരമാകട്ടെ, നമ്മുടെ ഇടപാടുകളാകട്ടെ, വാട്ടവർ എന്ത് തന്നെയായാലും ദൈവത്തിന് പ്രസാദകരമല്ലാത്ത ഒന്ന് യഹോവയ്ക്ക് അനിഷ്ടമാണ്. യഹോവയ്ക്ക് അനിഷ്ടമാണ്. ഓക്കെ, അങ്ങനെ ഈ ജനം ദൈവത്തിന് അനിഷ്ടമുള്ളത് ചെയ്തപ്പോൾ ദൈവം അവരെ എന്ത് ചെയ്തു? യഹോവ അവരെ 7 സംവത്സരം മിദ്യാന്യരുടെ കയ്യിൽ ഏൽപ്പിച്ചു. See, look at that. ദൈവത്തിന്റെ വലയത്തിനകത്ത് നിന്ന ജനം, ദൈവത്തിന്റെ ബൗണ്ടറിക്ക് അകത്ത് നിന്ന ജനം ദൈവത്തിന് അനിഷ്ടമായി ചെയ്തപ്പോൾ ഈ ബ്രേക്ക്, ആ ദൈവം എന്താ ചെയ്തത്? അവന്റെ ചുറ്റുമുണ്ടായിരുന്ന സംരക്ഷണത്തിന്റെ വിശാലതയുടെ വലയത്തെ കർത്താവ് അങ്ങ് പൊട്ടിച്ചു. എന്നിട്ട് ശത്രുവ് അവന്റെ മേൽ, അല്ലെങ്കിൽ ശത്രുവിനെ അനുവദിച്ചു എന്നാ പറഞ്ഞിരിക്കുന്നത്, അല്ലേ? അപ്പൊ നവ്യമക്കളും നമ്മൾ ദൈവകൃപയിൽ നിൽക്കുന്നിടത്തോളം കാലം, ദൈവവചനത്തിനകത്ത് നിൽക്കുന്നിടത്തോളം കാലം, ഒരു ദൈവവേദനയിൽ ഉറച്ച വിശ്വാസമുണ്ട്. എനിക്ക് ചുറ്റും, എൻ്റെ തലമുറയ്ക്ക് ചുറ്റും, എൻ്റെ ഭവനത്തിന് ചുറ്റും ആരും കാണാത്ത ഒരു ഡിവൈൻ പ്രൊട്ടക്ഷൻ ഉണ്ട്. ഒരു ഡിവൈൻ, അത് കാണുവാനുള്ള കാഴ്ച നമുക്കുണ്ടാകണം. എലീശ പറയുന്നൊരു കാര്യമുണ്ട്. സ്തോത്രം. തൻ്റെ ശിഷ്യന്മാർ രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോൾ തന്നെ പിടിക്കുവാൻ വന്ന അരാം സൈന്യത്തിന്റെ സൈന്യം മല ചുറ്റി നിൽക്കുമ്പോൾ ഉൾക്കാഴ്ചയിൽ വിശ്വാസത്തിൽ കണ്ട പ്രവാചകൻ പറയുക, ഞാൻ കാണുന്നത് ഹല്ലേലൂയ ശത്രുവിന്റെ സൈന്യത്തെ അല്ല, ഞാൻ കാണുന്നത് അഗ്നിരഥമായ അല്ലെ ദൈവിക സംരക്ഷണമാണ്. ഇന്ന് പകൽക്കാലം അകത്തളത്തിൽ വിശ്വാസമുള്ളവൻ അല്ലെ ഏത് പ്രതികൂലത്തിന്റെ മധ്യത്തിലും പ്രതികൂലത്തെ അല്ല കാണുന്നത്, അതിന്റെ മധ്യത്തിലുള്ള ദൈവത്തിന്റെ കരുതലിനെയാണ് കാണുന്നത്. ഹല്ലേലൂയ. ഇത് കാണാനുള്ള കാഴ്ച നമുക്കുണ്ടാകണം. നിങ്ങൾ പ്രയാസത്തിൽ കൂടി പോകുമ്പോൾ, നിങ്ങൾ പ്രതിസന്ധിയിൽ കൂടി കാണുമ്പോൾ, പ്രതിസന്ധിയുടെ വലയമല്ല കാണേണ്ടത്, നീ കാണേണ്ടത് അതിനകത്തുള്ള ദൈവിക സംരക്ഷണത്തിന്റെ വലയത്തെ കാണണം, അതിനകത്തുള്ള ദൈവത്തിന്റെ കരുതലിനെ കാണണം. നമ്മൾ പലപ്പോഴും ഫോക്കസ് ചെയ്യുന്നത്, നമ്മുടെ കണ്ണു തുറക്കുന്നത് നെഗറ്റീവിസത്തിനെ മാത്രം കാണുവാനാണെങ്കിൽ, ഇന്ന് പകൽക്കാലം ദൈവകൃപ പ്രാപിച്ച ഒരു ദൈവ പൈതൽ പ്രശ്നത്തിന്റെ മധ്യത്തിൽ, പ്രതികൂലത്തിന്റെ മധ്യത്തിൽ, ഭീഷണിയുടെ മുന്നിൽ, എതിർപ്പുകളുടെ മുന്നിൽ കാണുന്നത് ഒരു ഡിവൈൻ കരുതലായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. That's what you want to see. ഇവിടെ ദൈവത്തിന് അനിഷ്ടമായത് ജനം ചെയ്തു കഴിഞ്ഞപ്പോൾ മിദ്യാന്യർ അവർക്ക് നേരെ
പ്രബലപ്പെട്ടു, അല്ലേ? ഏൽപ്പിച്ചു. ശ്രദ്ധിച്ചേ, താഴെ വായിക്കുമ്പോൾ 7 വർഷം കൊണ്ട് മിദ്യാന്യർ ഇസ്രായേൽ മേൽ ആധിക്യം പ്രാപിച്ചു. എന്നിട്ട് പറയാ, അവരെ ചെയ്യിപ്പിച്ചു. എങ്ങനെ ചെയ്യിപ്പിച്ചേ? താഴോട്ട് വായിക്കുമ്പോൾ കാണും, ഇസ്രായേൽ വിതയ്ക്കും, മിദ്യാന്യർ കൊയ്യും. അവർ കൂട്ടമായി വന്ന് ഇസ്രായേലിൻ്റെ സകല നന്മയും, ആട്, കൃഷി, മൃഗങ്ങൾ, സകലതും എന്ത് ചെയ്യും? അപകരിച്ചു, അല്ലേ? സ്തോത്രം. ആ ഭാഗത്ത് വായിക്കുമെന്ന് കാണാം, ഞാൻ വായിപ്പിക്കുന്നില്ല, സമയമില്ല. അപ്പൊ ചുരുക്കത്തിൽ ശത്രു അവന്റെ മേൽ പ്രബലപ്പെട്ട് കഴിഞ്ഞപ്പോൾ നാൾക്ക് നാൾ എന്ത് ചെയ്യാൻ തുടങ്ങി? വിശാലത പ്രാപിച്ച, എൻലാർജ്മെന്റ് സംഭവിച്ച ജനം സ്ലോലി പയ്യെ ചെയ്യിക്കാൻ തുടങ്ങി, അല്ലേ? എപ്പോഴാ? പിശാച് അവന്റെ മേൽ പ്രബലപ്പെട്ടപ്പോൾ. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞത്, പിശാച് പ്രബലപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ താനേ ക്ഷയിക്കാൻ തുടങ്ങും. നമ്മുടെ ആത്മീക ജീവിതം നാം പോലും അറിയാതെ ഡൗൺ ആയിക്കൊണ്ടേയിരിക്കും. നമ്മൾ പോലും അറിയത്തില്ല നമ്മുടെ ആത്മീയ ജീവിതം ഡൗൺ ആയി പോകുന്നത്. അത് പിശാച് നമ്മുടെ മേൽ ആധിക്യം പ്രാപിക്കുമ്പോൾ ഉണ്ടാകുന്ന കാര്യമാണ്. അപ്പം പിശാച് ചില അതിർവരമ്പുകൾ കിട്ടും. എന്തിനാ കെട്ടുന്നത്? നീ അതിനപ്പുറം വളരരുത്. പിശാച് വെച്ചിരിക്കുന്ന ഒരു സ്പിരിച്വൽ അല്ലെങ്കിൽ ആത്മീക മണ്ഡലത്തിന് നേരെ പിശാച് കെട്ടിയ ഒരു അതിർവരമ്പുണ്ട്. അതിനപ്പുറം നീയും പോകരുത്, നിന്റെ തലമുറയും പോകരുത്, നിന്റെ കുടുംബവും പോകരുത്. പിശാചിന്റെ ശ്രദ്ധിക്കുന്നതാണ്. സ്തോത്രം. നമുക്കറിയാം, ചില നമ്മുടെ ഇവിടെയൊക്കെ ഉണ്ട്, ആടിനെയൊക്കെ കൊണ്ടുവന്ന് കൂട്ടത്തോടെ നിന്നിട്ട് ചുറ്റും ഒരു വേലി വെക്കട്ടെ. എന്തിനാണെന്നറിയാമോ? ഇതിനപ്പുറം അത് പോകരുത്, അതിനകത്ത് നിന്നോണം. ഇത് തന്നെയാ നമ്മുടെ ആത്മീക മണ്ഡലത്തിൽ പിശാച് ചെയ്യുന്നത് പലപ്പോഴും. കാരണം അവന്റെ ലക്ഷ്യം ഇതിനപ്പുറത്തൊരു മൗണ്ടറിലേക്ക്. കാരണം പിശാചിനെ അറിയാം, നീ ഇതിനപ്പുറത്തേക്ക് കയറിയാലുണ്ടല്ലോ, നീ അല്ലെങ്കിൽ അസാധാരണ മനുഷ്യനായി മാറും, അല്ലെങ്കിൽ നീ അസാധാരണ ഒരു വ്യക്തിയായി മാറും. ദൈവത്തിന് കൃപകളെ നീ പ്രാപിക്കാൻ തുടങ്ങും, അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി ശക്തമായി നീ പ്രയോജനപ്പെടും, അല്ലെങ്കിൽ കർത്താവിന് വേണ്ടി നീ പ്രയോജനപ്പെടുന്ന ഒരു വ്യക്തി തീരുമെന്ന് മനസ്സിലാക്കുന്ന പിശാച് പലപ്പോഴും നിന്റെ ആത്മീക മണ്ഡലത്തിന് നേരെ ഒരു കോട്ട കെട്ടിവെത്തുക. ഇവിടെ ജനം ശ്രദ്ധിച്ചേ, വേഗത്തിൽ പോകട്ടെ. ഇവിടെ സ്തോത്രം, ഹല്ലേലൂയ, ഇവിടെ ജനം അല്ലെങ്കിൽ പിശാച് സകലത്തിന്മേൽ ഒരു കോട്ട കെട്ടുക. പുതിയ നിയമത്തിൽ അപ്പോസ്തലനായ പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ, സ്തോത്രം, കൊലോസ്യർ 2:14 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു, നമുക്ക് എതിരെ നമുക്ക് വിരോധവും വിരോധവും പ്രതികൂലവുമായിരുന്ന കയ്യെഴുത്ത്. ഇതാരുടെ കയ്യെഴുത്താ? പിശാചിന്റെ കയ്യെഴുത്ത്. നിന്റെ ജീവിതത്തിൽ പിശാച് എഴുതി വെച്ച ചില രേഖകളുണ്ടെന്നേ. നിനക്കെതിരെ പിശാച് കണക്കൂട്ടി വെച്ചേക്കുന്ന ചില പദ്ധതികളുണ്ടെന്നേ. നമ്മുടെ നാട്ടിലൊക്കെ പറയുന്നുണ്ട്, എന്തോ ജാതകമൊക്കെ എഴുതി വെക്കുമെന്ന് പറയുന്നല്ലേ. നമ്മൾ ക്രിസ്തുവിലേക്ക് കാൽച്ചുവട് വെച്ച് കഴിഞ്ഞപ്പോൾ, നീ വിശ്വാസത്തിലേക്ക് കാൽച്ചുവട് വെച്ചപ്പോൾ, നീ ഒന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ നിനക്കെതിരെ പിശാച് എഴുതി വെച്ച ചില രേഖകളുണ്ട്. എന്നാ കർത്താവ് പറയുക, ഹല്ലേലൂയ, എന്ത് ചെയ്യുമെന്ന് പറയാ, ആ രേഖകളെ ഞാൻ എന്ത് ചെയ്യും? മായിച്ചു. ഹല്ലേലൂയ. നമ്മൾ വിശ്വസിക്കണം, അല്ല? ഇതാണ് നമ്മുടെ വിശ്വാസം. നിനക്കെതിരെ പിശാച് എഴുതിയ രേഖയുണ്ടല്ലോ, നിനക്കെതിരെ മെഡിക്കൽ സയൻസ് എഴുതിയ രേഖയുണ്ടല്ലോ, നിനക്കെതിരെ മറ്റുള്ളവർ എഴുതി വെച്ച രേഖയുണ്ടോ, നീ പോയ ഇത്രയൊക്കെ പോകത്തുള്ളത് അല്ലെ? പലരും നിന്നെ നോക്കി പറയുമ്പോൾ ഇന്ന് പകൽക്കാലം വിശ്വാസത്തോടെ പറയാൻ കഴിയും, ആ രേഖയെ എന്റെ കർത്താവ് മായ്ക്കാൻ പോകുക. ഹല്ലേലൂയ. ഇതിനകത്ത് എത്ര പേര് വിശ്വസിക്കുന്നു? ദൈവത്തിന്റെ ആത്മാവ് പറയാ, നിനക്കെതിരെ, നിന്റെ കുടുംബത്തിനെതിരെ, നിന്റെ തലമുറയ്ക്കെതിരെ പിശാച് എഴുതി വെച്ച രേഖകളെ എന്റെ കർത്താവ് പൊളിക്കും, അതിനെ മായ്ക്കും. വിശ്വസിക്കാൻ തയ്യാറാകുക. നിന്റെ അഭിവൃദ്ധിക്കെതിരെ, നിന്റെ തലമുറയ്ക്കെതിരെ ഐശാചിക മണ്ഡലം എഴുതി വെച്ച രേഖയെ മായ്ക്കാൻ അധികാരമുള്ളവരാ കാൽവരി കുരിശിൽ നമുക്ക് വേണ്ടി മരിച്ചത്. ഹല്ലേലൂയ. വിശ്വസിക്കണം. ഹല്ലേലൂയ. നിനക്ക് തലമുറയെ തരത്തെന്ന് പറഞ്ഞ് പിശാച് ഒരു രേഖ എഴുതിയിട്ടുണ്ടോ? നിന്റെ ശരീരത്തിൽ നീ അനുഭവിക്കുന്ന രോഗം സൗഖ്യമാകത്തില്ലെന്ന് പിശാച് എഴുതി വെച്ചിട്ടുണ്ടോ? നിന്റെ തലമുറ നന്നാവത്തില്ലെന്ന് പിശാച് എഴുതി വെച്ചിട്ടുണ്ടോ? ഇന്ന് പകൽക്കാലം പറയണം, ഇല്ല പിശാചേ, നിന്റെ എഴുതിയ രേഖയെ പൊളിക്കാൻ എന്റെ മേൽ വ്യാപരിക്കുന്ന ഒരു അഭിഷേകമുണ്ട്, എന്റെ മേൽ വ്യാപരിക്കുന്ന ഒരു ശക്തി ഉണ്ടെന്ന് പറയാൻ കഴിയണം. ഇതാ വിശ്വാസം. ഹല്ലേലൂയ. നമ്മൾ വിചാരിക്കും നമുക്കെതിരെ രേഖ എഴുതി വെച്ചിരിക്കുന്ന അത് മായ്ക്കത്തല്ല. ഇല്ല. പിശാചിന്റെ സകല രേഖയും മായ്ക്കാൻ അധികാരമുള്ള നമ്മുടെ കൂടെ ഉണ്ട്. ആമേൻ. ഹല്ലേലൂയ. നീ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ഒരുപക്ഷെ ഡോക്ടർ പറയും, നിന്റെ കഥ ഇതോടുകൂടി തീർന്നുവെന്ന്.
ആമേൻ. എൻ്റെ മുഖത്ത് നോക്കി, എൻ്റെയും സിനിയുടെയും മുഖത്ത് നോക്കി എൻ്റെ കൺസൾട്ടന്റ് പറഞ്ഞതാ, നിന്നെ സർജറി ചെയ്താൽ നിന്റെ സർജിക്കൽ ടേബിളിൽ നീ പോകുമെന്ന് മുഖത്ത് നോക്കി പറഞ്ഞതാ. ഹല്ലേലൂയ. എൻ്റെ ഉള്ളിലൊരു ചിന്ത വന്നു, എൻ്റെ കർത്താവ് ആയുസാണെങ്കിൽ അല്ലെ ഒരു മെഡിക്കൽ സയൻസിനും ഒരു ശക്തിക്കും എൻ്റെ ആയുസിനെ തൊടാൻ കഴിയത്തില്ല. ഇന്ന് പകൽക്കാലം വിശ്വസിക്കണം, നീ ഏത് അലർത്തിപ്പെട്ടു പോയാലും, ഏത് പ്രതികൂലം നിനക്ക് വെല്ലുവിളിച്ചാലും ഹല്ലേലൂയ വിശ്വസിക്കാൻ തയ്യാറാകണം. അല്ലെ പിശാച് എഴുതിയ രേഖയെ പൊളിക്കാൻ അധികാരമുള്ളവരാണ് നമ്മുടെ ദൈവം. പിശാച് നിന്റെ അഭിവൃദ്ധിക്കെതിരെ എഴുതി വെച്ചിട്ടുണ്ടോ? നിന്റെ വിശാലക്കെതിരെ എഴുതി വെച്ചിട്ടുണ്ടോ? നിന്റെ നന്മയ്ക്കെതിരെ എഴുതി വെച്ചിട്ടുണ്ടോ? ഇന്ന് പകൽക്കാലം ഇല്ല പറയണം. ഇതിനെ തിരുത്താൻ അധികാരമുള്ളവ എന്നോടൊപ്പമുണ്ട്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോ സ്തോത്രം, ഇവിടെ രേഖ എഴുതി ഉറപ്പ് വരുത്തിയിരിക്കുക. സ്തോത്രം. അങ്ങനെ ഇവിടെ നമ്മൾ വായിച്ച ഭാഗത്തിലേക്ക് വരട്ടെ. ദീർഘവർഷങ്ങൾ കൊണ്ട് ഈ ജനം അഭിവൃദ്ധി പ്രാപിച്ചു അല്ലേ? അവർ നേടിയ മൃഗസമ്പത്തുണ്ട്, കൃഷിസമ്പത്തുണ്ട്, വിശാലതയുണ്ട്, ഇതൊക്കെ സംഭവിച്ചു. പക്ഷേ ചുരുക്കം ചില വർഷങ്ങൾ കൊണ്ട്, നിസ്സാരമായ 7 വർഷം കൊണ്ട് എന്ത് ചെയ്തു? എല്ലാം നഷ്ടപ്പെടുത്തി. ഹല്ലേലൂയ. എല്ലാം നഷ്ടപ്പെടുത്തി. ഞാനൊരു കാര്യം ദൈവസഭയോട് പറയാം. നീ ദീർഘവർഷങ്ങൾ ദൈവസ്ഥലിൽ ഇരുന്ന് പ്രാർത്ഥിച്ച് നേടിയ ആത്മീയ മണ്ഡലമുണ്ടല്ലോ, നീ ദീർഘവർഷങ്ങൾ ഉപവസിച്ച് നേടിയെടുത്ത ഒരു സ്പിരിച്വൽ ലൈഫ് ഉണ്ടല്ലോ, ഇതിനെ തകർക്കാൻ പിശാചിന് അധികം സമയം വേണ്ട. ഒത്തിരി സമയമൊന്നും പിശാചിന് വേണ്ട. ഹല്ലേലൂയ. നീ ദീർഘവർഷങ്ങൾ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചിട്ടായിരിക്കാം നിന്റെ തലമുറ എത്രത്തോളം പിടിച്ചു നിർത്തിയിരിക്കുന്നത്. പക്ഷേ അവനെ താഴെ ഇടാൻ പിശാചിന് അധികം സമയം വേണ്ട. ഹല്ലേലൂയ. നീ ദീർഘവർഷങ്ങൾ പ്രാർത്ഥിച്ചായിരിക്കാം നിന്റെ സ്പിരിച്വൽ ലൈഫിനെ ഒന്ന് ബിൽഡപ്പ് ചെയ്യുന്നത്. അത് തകരാൻ അധികം സമയം വേണ്ട. ഹല്ലേലൂയ. എപ്പോഴത് സംഭവിക്കുന്നത്? പിശാച് ആധിക്യം പ്രാപിച്ചു കഴിഞ്ഞാൽ. ഹല്ലേലൂയ. അല്ല, ഞാൻ പറയട്ടെ, ദീർഘവർഷങ്ങളായി നീ പ്രാർത്ഥിച്ച് ഉപവസിച്ച് കണ്ണുനീരൊഴുക്കി നേടിയെടുത്ത ആത്മീക മൂല്യമുണ്ടല്ലോ, ഹല്ലേലൂയ, അത് നഷ്ടപ്പെടുത്തുവാൻ അധികം സമയം പിശാചിന് വേണ്ട. ചിന്തിച്ചു നോക്കിക്കേ, എത്ര ജീവിതങ്ങൾ അങ്ങനെ തകർന്നു പോയേ ഒറ്റ നിമിഷം കൊണ്ട്. ആത്മീക മണ്ഡലത്തിൽ ഉന്നതിയിൽ നിന്ന് അനേകർ നിമിഷ നേരം കൊണ്ട് താഴെ വീണ സംഭവങ്ങളില്ലേ? സ്തോത്രം. എപ്പോഴത് സംഭവിക്കുന്ന അറിയാമോ? പിശാച് പ്രബലപ്പെടുമ്പോൾ, പിശാച് ഹൃദയത്തെ കവരുമ്പോൾ, പിശാച് നമ്മിൽ വ്യാധിവാസം ചെയ്യുമ്പോൾ നിമിഷം കൊണ്ട് സകലത നഷ്ടപ്പെടും. വ്യക്തമായ ഉദാഹരണമാ അപ്പോസ്തല പ്രവൃത്തിയിൽ കാണുന്ന അനന്യാസും സഫീറയും. അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടവരാ, അപ്പോസ്തലന്മാരോട് ചേർന്ന് നിന്നവരാ, സഭയിൽ ആരാധിച്ചവരാ, സഭയോട് ചേർന്ന് നിന്നവരാ, അപ്പോസ്തലന്മാരോട് ചേർന്ന് നിന്ന് പോയ ജനം ഭവനത്തിൽ ചെന്നപ്പോൾ ഒരു ചെറിയ നിമിഷത്തിൽ പിശാച് അവരുടെ ഹൃദയത്തെ കവർന്നു കളഞ്ഞു എന്നാ പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ പത്രോസ് ചോദിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ ഇത് മാറ്റിവെക്കാൻ തക്കവണ്ണം പിശാച് നിങ്ങളുടെ ഹൃദയത്തെ കൈവശമാക്കിയത് എന്ത്? ഞാൻ പറഞ്ഞല്ലോ, ഇതാരാ ജനം? ഇവർ അപ്പോസ്തലന്മാർ ചേർത്ത് ആരാധിച്ചവരാ, അപ്പോസ്തലന്മാരോട് ചേർന്ന് നിന്നവരാ. പക്ഷെ ഒരു നൈമിഷികമായ നിമിഷത്തിൽ പിശാച് അവരുടെ ഹൃദയത്തെ കവർന്നു കളഞ്ഞു. എന്താ സംഭവിച്ചറിയാം? ഹല്ലേലൂയ. എന്തിനേറെ, ഏദൻ തോട്ടത്തിലേക്ക് പോയി യേശുവിനോടൊപ്പം ദൈവത്തിനോടൊപ്പം അധിവാസം ചെയ്ത, രാവിലെയും വൈകിട്ടും ചേർന്ന് നടന്ന അല്ലെ ആദാമും ഹവ്വയും, ദൈവത്തിന്റെ സ്വന്തം സൃഷ്ടിയായ മക്കൾ, ഒറ്റ നിമിഷത്തിൽ പിശാച് പ്രബലപ്പെട്ട് കഴിഞ്ഞപ്പോൾ മനുഷ്യരാശിക്ക് മുഴുവനും പാപത്തിന്റെ വിത്ത് വരുവാൻ അല്ലെ അത് മുഖാന്തരമായി തീർന്നില്ലേ? ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു വന്നത് മറന്നു പോകരുത്. സ്തോത്രം. ഒറ്റ നിമിഷം മതി. എന്നാൽ ഹല്ലേലൂയ, ആമേൻ, ഇവിടെ പറഞ്ഞിരിക്കുന്നു പിശാച് ചില നിമിഷങ്ങൾ മതി. ഹല്ലേലൂയ. അധികം സമയമൊന്നും വേണ്ട, ചില നിമിഷം. ഞാൻ പറയട്ടെ, നമ്മുടെ വായിൽ നിന്ന് വരുന്ന ഒറ്റ വാക്ക് മതി പിശാച് നമ്മുടെ മേൽ അധിവാസം ചെയ്യാൻ. നമ്മൾ ചിന്തിക്കുന്നത് പോലെയല്ല പിശാച് പ്രബലപ്പെടുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. എത്രയോ പേരുടെ ജീവിതത്തിൽ പിശാച് പ്രബലപ്പെട്ടിട്ട് ഹല്ലേലൂയ തകർന്നു പോയ കുടുംബങ്ങൾ എത്രയെത്ര ഉണ്ട്. ഞാൻ നേരത്തെ ഓർപ്പിച്ച പോലെ, നീ നാളുകളായിരുന്ന് പ്രാർത്ഥിച്ച് നേടിയ നന്മ നഷ്ടപ്പെടാൻ നമ്മുടെ മേൽ നമ്മൾ പറയുന്ന ചില വാക്കുകൾ മതി, നമ്മുടെ ചില ഇടപാടുകൾ മതി, നമ്മുടെ ചില പ്രവർത്തനങ്ങൾ മതി, നമ്മുടെ ചില ജീവിത രീതികൾ മതി. പിശാച് പ്രബലപ്പെട്ട് കഴിഞ്ഞാൽ നിന്റെ ആത്മീയ ജീവിതത്തെ അവൻ തച്ചുടച്ചിരിക്കും. ഇവിടെ ജനത്തിന്റെ അവിടെ പറഞ്ഞിരിക്കുന്നു, ചില നിമിഷങ്ങൾ കൊണ്ട് ഈ ജനത്തിന്മേൽ മിദ്യാന്യ സൈന്യം എന്ത് ചെയ്തു?
പ്രബലപ്പെട്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ പ്രബലപ്പെട്ടു എന്നാ പറഞ്ഞിരിക്കുന്നത്. പ്രബലപ്പെട്ട് കഴിഞ്ഞപ്പോൾ സ്തോത്രം എന്ത് ചെയ്തു? ഹല്ലേലൂയ. ആ ശത്രു പ്രബലപ്പെട്ടു, അവരുടെ സകലതും നശിപ്പിച്ചു. ആമേൻ. ഇന്ന് പകൽക്കാലം വ്യക്തമായി മനസ്സിലാക്കണം, നമ്മുടെ വിശാലത കർത്താവ് ആഗ്രഹിക്കുമ്പോൾ ഇതിനെ പൊളിക്കാൻ മറുശക്തി ശ്രമിക്കുന്നുണ്ട്, ഇതിനെ തകർക്കാൻ പിശാച് ശ്രമിക്കുന്നുണ്ട്. നമ്മൾ ഇവിടെ ഇരുന്ന് ശക്തിയോടെ ഈ വർഷം കർത്താവേ ആലയത്തിൻ്റെ വിശാലത തരണമെന്ന് പറയുമ്പോൾ തന്നെ വ്യക്തമായി മനസ്സിലാക്കണം, ഇത് ലഭിക്കാതിരിക്കാൻ ഈ ദേശത്ത് വ്യാപരിക്കുന്ന ഒരു അന്ധകാര മണ്ഡലമുണ്ട്, അല്ലെ ഇതിനെതിരെ വ്യാപരിക്കുന്ന ഒരു പൈശാചിക തലമുണ്ട്. അവൻ എപ്പോഴും ശ്രമിക്കുന്നത് എന്താണെന്നറിയാമോ? നീ വിശാലപ്പെടരുത്, നിന്റെ ആലയം വിശാലപ്പെടരുത്, നിന്റെ കുടുംബം വിശാലപ്പെടരുത്, നിന്റെ തലമുറ വിശാലപ്പെടരുത്, നിന്റെ ജോലി നീ വിശാലപ്പെടരുത്. ഇതൊക്കെ പിശാച് ശ്രമിക്കുക. എന്നാൽ ഇന്ന് പകൽക്കാലം അല്ലെ വിശ്വാസത്തോടെ പറയണം, നീ ദൈവിക പ്രമാണത്തിനകത്ത് നിന്നാൽ, ദൈവിക വ്യവസ്ഥയ്ക്കകത്ത് നിന്നാൽ ഞാൻ ഉറപ്പ് തരാം, ഹല്ലേലൂയ, പിശാച് കെട്ടിയ രേഖയൊക്കെ മാറ്റിയിട്ട് ഒരു വിശാലതയിലേക്ക് എന്റെ കർത്താവ് കൊണ്ടുവന്നിരിക്കും. ഹല്ലേലൂയ, 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 സ്തോത്രം. ഇവിടെ പ്രൈസ് ഗോഡ് നമ്മൾ വായിച്ച വാക്യത്തിലേക്ക് മടങ്ങാൻ പുറപ്പാട് പുസ്തകം 24:24 വാക്യം. ഞാൻ ജാതികളെ നിന്റെ മുമ്പിൽ നിന്ന് ഓടിച്ചു കളഞ്ഞു. ഓക്കെ, ഞാൻ ജാതികളെ നിന്റെ മുമ്പിൽ നിന്ന് എപ്പോഴാണെന്നറിയാമോ? വെൻ യു കം, നിങ്ങൾ വ്യവസ്ഥയിലേക്ക് വന്നു കഴിയുമ്പോൾ. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ വിശാലപ്പെടുവാനുള്ള ചില വ്യവസ്ഥകൾ പറഞ്ഞു. ഹൗമനി റിമെമ്പർ? എത്ര പേര് ഓർക്കുന്നുണ്ട്? എന്തൊക്കെയാണ് കഴിഞ്ഞ ആഴ്ച? വാട്ട് ആർ ദ ക്രൈറ്റീരിയ, വാട്ട് ആർ ദ കണ്ടീഷൻ ടു എൻലാർജ്മെന്റ്? കമോൺ കുഞ്ഞുങ്ങൾ പറഞ്ഞു. ഒന്നൊന്നായി പറ, ഉറക്കെ പറ. Understand your current state. Desire for enlargement, work for the divine enlargement, giving for enlargement, yield. Oh, very good children, very good, appreciate. എല്ലാവർക്കും ഒന്ന് കൈയടിച്ച് കൊടുത്താൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അവർ ശ്രദ്ധിക്കുന്നുണ്ട്, കണ്ടോ? പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അപ്പോൾ ശ്രദ്ധിക്കണമേ, നമ്മൾ ഈ വ്യവസ്ഥയിലേക്ക് വന്നു കഴിയുമ്പോൾ ദൈവം ചെയ്യുന്നൊരു കാര്യമുണ്ട്. എന്താ ദൈവം? മറ്റു ഭാഗത്ത് പൗലോസിൻ്റെ ലേഖനത്തിൽ പറഞ്ഞു, നമുക്ക് എഴുതിയ വിരോധവും പ്രതികൂലമായി എഴുതിയ രേഖയെ മായിച്ചു. ഇവിടെ പറഞ്ഞിരിക്കുന്നു, ഞാൻ എന്ത് ചെയ്യും? ഐ വിൽ ഡ്രൈവ് ഔട്ട് ദ നേഷൻസ്. ഞാൻ ജാതികളെ നിന്റെ മുമ്പിൽ നിന്നും. ഓ ആമേൻ, ഹല്ലേലൂയ. എത്ര പേർക്ക് ആമേൻ പറയാൻ പറ്റും? നിന്റെ മുന്നിൽ നിന്റെ വിശാലതയ്ക്കെതിരെ നിന്ന ജാതീയമായ മണ്ഡലമുണ്ടല്ലോ, അതൊരു ശത്രുവാണ്, ഒരു പിശാചാണ്, ഒരു പൈശാചിക ശക്തിയാണ്. അതിനെ ഞാൻ ഡ്രൈവ് ഔട്ട് ചെയ്യും. വെൻ യു കം ടു ദിസ് കണ്ടീഷൻ, മറന്നു പോകരുത്, വിശാലതയിലേക്കുള്ള വ്യവസ്ഥയിലേക്ക് നീ വന്നു കഴിയുമ്പോൾ, ഹല്ലേലൂയ, ആരാ ചെയ്യുന്നേ? ശത്രുവിനെ നീ ഓടിക്കണ്ട, നീ അതിൻ്റെ പുറകെ പോകണ്ട, നമ്മുടെ പണി പോകത്തേ ഉള്ളൂ. പക്ഷെ നീ കർത്താവിൻ്റെ കരത്തിലേക്ക് കൊടുത്താലുണ്ടല്ലോ, ഹല്ലേലൂയ, അവൻ അതിനെ ഡ്രൈവ് ഔട്ട് ചെയ്യും, അവൻ അതിനെ നിന്റെ മുമ്പിൽ നിന്ന് ഓടിച്ചു കളയും. നിന്റെ മുന്നിൽ നിൽക്കുന്ന പ്രതികൂലത്തെ അവൻ ഓടിച്ചു കളഞ്ഞാൽ, അടുത്ത ക്ലോസ് പറഞ്ഞിരിക്കുകയാണ്, അങ്ങനെ സംഭവിച്ചാൽ നിന്റെ അതിർത്തികളെ വിശാലമാക്കും. എത്ര പേർക്ക് ആമേൻ പറയാൻ കഴിയും? ആമേൻ. ഇന്ന് പകൽക്കാലം അല്ലെ വിശ്വസിക്കാൻ തയ്യാറാകുക. അല്ല, പിശാച് നമുക്കെതിരെ നിൽക്കുന്ന പൈശാചിക ശക്തികളെ എൻ്റെ കർത്താവ് ഓടിക്കാൻ പോവുക. എന്തിനാണെന്നറിയാമോ? ഈ സഭ നമുക്ക് ഒരുമിച്ച് നിൽക്കണം പ്രിയപ്പെട്ടവരെ. നമ്മുടെ വാക്കുകൊണ്ട് നമ്മുടെ വിശാലത നഷ്ടപ്പെട്ടു പോകരുത്, നമ്മുടെ ഇടപാട് കൊണ്ട് സംഭവിക്കരുത്. ഞാൻ നേരത്തെ ഓർപ്പിച്ചല്ലോ, ഇസ്രായേൽ ജനത്തിന് സംഭവിച്ചത് ഒറ്റ നൈമിഷിക നേരം ദൈവത്തിന് വിരോധമായി പ്രവർത്തിച്ചു കഴിഞ്ഞപ്പോൾ, ഹല്ലേലൂയ, അവൻ അതിർത്തികളെ പൊളിച്ചു, പിശാച് പ്രബലപ്പെട്ടു. ഹല്ലേലൂയ. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, നമ്മുടെ ചില വാക്കുകളുണ്ട്, പെട്ടെന്ന് പറയുന്ന പ്രകോപനത്തിന് ചില വാക്കുകളുണ്ട്, പെട്ടെന്നുണ്ടാകുന്ന പ്രകോപനപരമായ ഇടപാടുകൾ കൊണ്ട് പിശാച് നമ്മുടെ മേൽ ആധിക്യം പ്രാപിക്കരുത്. അത് പ്രാപിച്ചാൽ എന്താ സംഭവിക്കുന്നത് അറിയുമോ? നീ പോലും അറിയാതെ നിന്റെ സ്പിരിച്വൽ ലൈഫിനെ അവൻ തച്ചുടയ്ക്കും. ആമേൻ, ഹല്ലേലൂയ. അധികം സമയമൊന്നും വേണ്ട. ഞാൻ എപ്പോഴും പറയുന്നൊരു ഉദാഹരണമുണ്ട്. കുഞ്ഞുങ്ങൾ കളിക്കുന്നൊരു കളിയുണ്ട്, ബ്ലോക്ക് അല്ലേ? എന്താ, ഞാൻ അടുക്കി കൊണ്ടുവെക്കത്തില്ലേ? കൊണ്ടുവെക്കുക. നമ്മളിതുപോലെ നമ്മുടെ സ്പിരിച്വൽ ലൈഫ് പലപ്പോഴും ഇതുപോലെ കുത്തിയിരുന്ന് പ്രാർത്ഥിച്ച് ഉപവസിച്ച് ഒരു വിധത്തിൽ കർത്താവെ ഓരോ ദിവസവും ദൈവസേനയിൽ ഇരുന്ന് കർത്താവ് ഇനി ഞാൻ പാപം ചെയ്യത്തില്ല, ആത്മീയമായി മുന്നോട്ടണമെന്ന ആഗ്രഹം കൊണ്ട് ഒരു വർഷം കഴിയുമ്പോൾ തീരുമാനം എടുക്കും, കർത്താവെ ഈ വർഷം ഞാൻ ഒത്തിരി കൂടെ ആത്മീയമായി അടുക്കും, അതിനുവേണ്ടി ആദ്യമൊക്കെ ഒത്തിരി ഉപവസിക്കും, പ്രാർത്ഥിക്കും. ഇങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിലയിൽ ആത്മീയ ജീവിതം ഇങ്ങനെ പടുത്തുകൊണ്ടിരിക്കുക. അങ്ങനെ ഇരുന്നപ്പോഴാണ് പെട്ടെന്നൊരു വിഷയം കയറി വന്നു. നമ്മൾ പ്രകോപിച്ചു, നമ്മുടെ നിലപാട് പോയി, നമ്മുടെ കൺട്രോൾ പോയി, പ്രതികരണം സംഭവിച്ചു. നീ കെട്ടിപ്പൊക്ക് കൊണ്ടുവന്ന ആ സ്പിരിച്വൽ ലൈഫ് ദാ അടക്കുന്ന.
മനസ്സിലാവുന്നുണ്ടോ? ഇറ്റ് വിൽ നോട്ട് ഹാപ്പൻ ഇൻ അവർ ലൈഫ്. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കരുത്. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കരുത്. ഹല്ലേലൂയ. ഏത് മണ്ഡലത്തിലും ഒരു ചിന്ത അകത്ത് വേണം. ഹൂമാമേ, ഞാൻ ആരാണ്? ഞാനൊരു ദൈവ പൈതലാണ്. ഈ ചിന്ത അകത്തളത്തിലുണ്ടെങ്കിൽ ഞാൻ പറയുന്നു, ഹി വിൽ ഡ്രൈവ് ഔട്ട്. നിന്റെ മുന്നിൽ നിൽക്കുന്ന ശത്രുവിനെ അവൻ ഓടിക്കും. കണ്ണുകൾ അടയട്ടെ ഇന്ന് പകൽക്കാലം. അല്ല, ഏത് പ്രതികൂലത്തിൻ്റെ നിന്റെ മുന്നിൽ നിന്നാലും ദൈവവചനത്തിന് അകത്താണോ നീ നിൽക്കുന്നത്? ദൈവത്തിന് പ്രസാദമുള്ളതാണോ നീ ചെയ്യുന്നത്? ഹല്ലേലൂയ. അവൻ ജാതികളെ നിന്റെ മുമ്പിൽ നിന്ന് ഓടിച്ചു കളയും. നിന്റെ അതിരുകളെ വിശാലമാക്കും. നമ്മുടെ ഹല്ലേലൂയ സ്തോത്രം, നമ്മുടെ ആത്മീയമായ അതിരുകളെ വിശാലമാക്കുവാൻ, സ്പിരിച്വൽ എൻലാർജ്മെന്റിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം ഒരുക്കമാണ്. ഹിസ് ഡിസയർ, അത് അവൻ്റെ ആഗ്രഹമാണ്. ഇന്ന് പകൽക്കാലം എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടയാം. കർത്താവേ, ഈ വർഷം കഴിയുമ്പോൾ അല്ല സ്തോത്രം, എൻ്റെ വാക്കുകൊണ്ട്, എൻ്റെ ഇടപാടുകൾ കൊണ്ട് അല്ല പിശാച് എൻ്റെ മേൽ, എൻ്റെ തലമുറയുടെ മേൽ, എൻ്റെ കുടുംബത്തിന്മേൽ ആധിക്യം പ്രാപിക്കാൻ ഞാൻ ഇടം കൊടുക്കത്തില്ല. തീരുമാനിക്കാമോ ദൈവസന്നിധിയിൽ? കർത്താവേ, ഈ വർഷം എൻ്റെ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന ഒരു എൻലാർജ്മെന്റ് ഉണ്ടാകുവാൻ, ഹല്ലേലൂയ, ദിസ് ഈസ് എ ടൈം ടു ഡിസൈൻ. നിങ്ങൾ തന്നെ തീരുമാനിക്കേണ്ട സമയമാണ്. ഹല്ലേലൂയ. എൻ്റെ കുടുംബത്തിൻ്റെ ഒരു വിശാലത, എൻ്റെ തലമുറയുടെ ഒരു വിശാലത, എൻ്റെ ഭൗതിക മണ്ഡലത്തിലെ വിശാലത, എൻ്റെ സ്പിരിച്വൽ ഏരിയയിലെ വിശാലത എൻ്റെ കർത്താവ് ആഗ്രഹിക്കുന്നു. കർത്താവേ, എൻ്റെ വാക്കുകൊണ്ട്, എൻ്റെ ഇടപാടുകൾ കൊണ്ട്, എൻ്റെ ജീവിതം കൊണ്ട് അതിന്മേൽ പിശാച് പ്രബലപ്പെട്ട് അതിനെ ഇല്ലായ്മ ചെയ്യുവാൻ ഞാൻ അവസരം കൊടുക്കത്തില്ലെന്ന് ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് ആത്മാർത്ഥമായി ദൈവത്തോട് പ്രാർത്ഥിച്ച് ഒരു തീരുമാനമെടുക്കും? ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവം ഇതിനകത്ത് ഇറങ്ങി വരിക. എന്തിനു വേണ്ടി എന്നറിയാമോ? നിനക്കെതിരെ പിശാച് എഴുതി വെച്ച രേഖയെ മാറ്റി നിനക്കെതിരെ മുന്നിൽ നിൽക്കുന്ന പൈശാചിക ശക്തികളെ ഓടിച്ചു കളയാൻ എൻ്റെ കർത്താവിൻ്റെ ആത്മാവ് ഇന്ന് പകൽ ഇതിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. എത്ര പേര് ചേർന്ന് വിശ്വസിക്കും? അല്ലെ, വിശ്വസിക്കുന്നവർ ആത്മാവിൽ കർത്താവിന് മഹത്വം കരയറ്റട്ടെ. ഇന്ന് പകൽക്കാലം പിശാചിന് ഇടം കൊടുക്കരുത്. നിന്റെ വാക്കുകൊണ്ട് പിശാച് ആധിക്യം പ്രാപിക്കാൻ ഇടം കൊടുക്കരുത്. നിന്റെ സംസാരം കൊണ്ട് പിശാച് ആധിക്യപ്പെടുവാൻ അവസരം കൊടുക്കരുത്. അതിന്റെ മധ്യത്തിൽ ഇന്ന് പകൽക്കാലം വിശ്വസിക്കാൻ തയ്യാറാകണം. എന്റെ മുന്നിൽ നിൽക്കുന്ന പിശാചിനെ എൻ്റെ കർത്താവ് ഓടിച്ചു കളയും. റോമാന ഹന്തരാജന. ഹല്ലേലൂയ. There is a divine, നിന്റെ ആത്മീക മണ്ഡലത്തിൽ ഒരു വിശാലതയുണ്ട്. നിന്റെ ശുശ്രൂഷയിൽ ഒരു വിശാലതയുണ്ട്. ഹല്ലേലൂയ. നിന്റെ കുടുംബത്തിനകത്തൊരു വിശാലതയുണ്ട്. നിന്റെ തലമുറയുടെ സ്പിരിച്വൽ ലൈഫിന് ഒരു വിശാലതയുണ്ട്. ഇന്ന് വരെ അവൻ പിശാച് അവനെ കെട്ടി, പിശാച് അവളെ കെട്ടി വിവിധ മണ്ഡലത്തിനകത്ത് ഒതുക്കി വെക്കുമ്പോൾ ഇന്ന് പകൽക്കാലം മാതാവേ, പ്രിയ സഹോദര സഹോദരി, ഞാൻ ആത്മാവെ വിളിച്ചു പറയട്ടെ, ഇന്ന് പകൽക്കാലം we need to pray, the God need to drive out that evil power. കർത്താവ് evil പവറിനെ ഓടിക്കുവാൻ, ഹല്ലേലൂയ, എത്ര പേര് നിന്റെ ശുശ്രൂഷയ്ക്ക് നേരെ, ഹല്ലേലൂയ, നിന്റെ കുടുംബത്തിന് നേരെ പിശാച് എന്തെങ്കിലുമൊക്കെ കെട്ടിവെച്ചിട്ടുണ്ടെങ്കിൽ, ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ദൈവാത്മാവെ ഞാൻ വീണ്ടും ഓർപ്പിക്കുക. അല്ല, നിന്റെ കുടുംബത്തിന്റെ അല്ല ഒരു തലമുറയുടെ മേലായിരിക്കാം, നിന്റെ ജോലിയുടെ മണ്ഡലത്തിലായിരിക്കാം, നിന്റെ ശാരീരികമായ അസ്വസ്ഥതകളിലായിരിക്കാം, അല്ല നിന്റെ തലമുറയുടെ മേലായിരിക്കാം. ഏതെങ്കിലും മണ്ഡലത്തിൽ അല്ല പൈശാചികനായവൻ ഒരു രേഖ എഴുതി, ഹല്ലേലൂയ, നിന്നെ ഒതുക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ആത്മാവിൽ നീ വിശ്വസിച്ചുകൊണ്ട് പറയണം, ഇല്ല പിശാചേ, എന്റെ തലമുറയുടെ മേലെ നിനക്ക് അധികാരമില്ല, എന്റെ കുടുംബത്തിന്മേല് നിനക്ക് അധികാരമില്ല, എന്റെ ജീവിതത്തിന്മേല് നിനക്ക് അധികാരമില്ല. ഐ ആം ദ ചൈൽഡ് ഓഫ് ഗോഡ്. ഞാൻ ദൈവത്തിന്റെ പൈതലാണ്. നിനക്ക് തൊടാൻ കഴിയത്തില്ലെന്ന് വിശ്വസിക്കാൻ എത്ര പേര് തയ്യാറാകുന്നത് പകൽക്കാലം?